ബാക്ക് പീസ് കട്ട് ചെയ്യാൻ നേരം നമ്മുടെ ഇവിടെ കട്ട് ചെയ്തേക്കുന്നില്ലേ, തുണിയെ തിരിച്ചിട്ടതിന് ശേഷം ഈ നെക്കിൻ്റെ ഭാഗം കണ്ടോ, നെക്കിൻ്റെ ഭാഗം ഇത് ആം ഹോളിൻ്റെ ഇവിടെ ഇപ്പോൾ പരമാവധി കിട്ടാവുന്ന രീതിയിൽ കണ്ടോ, ഇതേ രീതിയിൽ വെക്കണം. തുണി ഇങ്ങോട്ട് കയറി പോകരുത്. അപ്പോൾ നമ്മുടെ കൈയുടെ ലെന്ത് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത്, കൈഭാഗം എടുക്കുന്ന ബാക്കി ഇങ്ങോട്ട് നിന്ന് എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം ഫ്രണ്ട് പീസും ബാക്ക് പീസും വെക്കാൻ. ഇവിടെ നിന്നാണ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ വശത്തു നിന്നാണ് ബാലൻസ് വരുന്നതാണ് കൈ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം ബാക്ക് പീസ് ഫ്രണ്ട് പീസിനനുസരിച്ച് വെക്കാൻ. അല്ലാണ്ട് ഇങ്ങനെ വെച്ചാൽ നമുക്കിവിടെ തുണി കിട്ടത്തില്ല. അപ്പോൾ അതനുസരിച്ച് ഇതേപോലെ തുണി നമുക്ക് അവിടെ വേണോ താനും നമുക്ക് ഈ രീതി കിട്ടുകയും ചെയ്യണം. കണ്ടോ, ഈ രീതിയിൽ അടിഭാഗം നോക്കണം കേട്ടോ, കട്ടിങ് എല്ലാം വന്നിരിക്കുന്നത് നോക്കണം. എന്നിട്ട് ഇവിടെ ഒരു പടി കൊളുത്ത് വെക്കുന്ന ഭാഗത്ത് ഫ്രണ്ട് ഓപ്പൺ അല്ലേ, ഇവിടെ ഭാഗത്ത് നമുക്ക് ഒരു 4 ഇഞ്ച് ഒരു പോയിൻ്റ് തള്ളിയിടണം. ഇതേപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഇവിടെ 1.5 ഇഞ്ച് ബാക്കിനേക്കാളും ഫ്രണ്ട് ഒരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. 1.5 ഇഞ്ച് കൂട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ അങ്ങ് ലൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ആം ഹോളും ബാക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡും ഷോൾഡറും നെക്കും മണ്ണും എല്ലാം മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ അങ്ങ് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം വെട്ടണ്ട അല്ലേ. അപ്പോൾ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് നെക്ക് എടുക്കുക, നെക്കിൻ്റെ ലെന്ത് ഇറക്കം എടുക്കുക. ഇത് ചെറിയ നെക്ക, ഇവർക്ക് 5.5 ഉള്ളൂ, 5.5 ഉള്ളേ. അത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം വീതി നമുക്ക് 2.5 അല്ലേ, അതേപോലെ എടുക്കുക. കൈക്കുഴി ഇത് ബാക്കിലെ കൈക്കുഴിയാണ്, ഇത് ബാക്കിലെ കൈക്കുഴിയാണ്. ഇവിടെ ഈ കോർണറില്ലേ, ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് കുഴിച്ച് വിടണം. അതായത് ഈ നമ്മൾ ഈ വെട്ടേത് ബാക്കിലെ കോർണർ, ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യും. എന്നിട്ട് ഈ അര മാർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണം. നമ്മൾ ഇതേപോലെ ചെയ്യണം. കണ്ടോ, ഈ സെൻറ്റർ ഭാഗത്താണ് 1/2 ഇഞ്ച് കളയേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് നെക്കും കൂടെ കുഴിച്ച് വെട്ടാം. ഇതേപോലെ ഇതുണ്ടെങ്കിൽ ആം ഹോൾ കർവുണ്ടെങ്കിൽ ഇച്ചിരി വിത്ത് വേണ്ടുന്നവർക്ക് ഇതിങ്ങനെ കയറ്റിയെടുക്കാം. അല്ല ഒതുക്കിയ വേണ്ടുന്നവർക്ക് വൈഡ് വേണ്ടുന്നവർക്ക് ഇങ്ങനെ എടുക്കാം, ഇല്ലാത്തവർക്ക് ആ ലൈനിലും പോകാം കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലെ ചെയ്യാം. ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടുന്നത് ഇത് നമ്മൾ ബാക്കിലെ അടവാണ്. ഇതിനേക്കാളും 1/2 ഇഞ്ച് മാർക്ക് കൊണ്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് കണ്ട, ഇവിടുന്ന് നമ്മൾ ടച്ച് ചെയ്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ കുഴിഭാഗത്ത് നമുക്ക് വേണ്ട 1/2 ഇഞ്ച് കളയണ്ട. ഈ കുഴിഭാഗത്ത് നമുക്ക് 1/2 ഇഞ്ച് കളയണ്ട. അപ്പോൾ അവിടെ മാത്രം 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് പോയിൻ്റ് ഇങ്ങനെ ഇതേപോലെ ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ അത് കട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ടക്കിൻ്റെ വീതിയാണ്, പടി വെക്കുന്നിടത്ത് നിർത്തും. ടക്കിൻ്റെ വീതി 4 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 4 ഇഞ്ച് കൂടെ ഇട്ടിട്ടുണ്ടല്ലോ, 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ നേരെ നിന്ന് ടക്കിൻ്റെ നീളം കാണും. ഈ ഷോൾഡർ മുതൽ ഈ ലെന്ത് വരെയുള്ള നീളം നോക്കണം. ഈ ഷോൾഡർ മുതൽ ഈ മെയിൻ ടക്ക് കണ്ടോ, ഇവിടം വരെയുള്ള നീളം. ഇത് 10.5 ഉണ്ട്. അപ്പോൾ 10.5 ഉണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം 10.5 ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ടുള്ള നീളം കൂടെ നോക്കിക്കാം.
13.5 ഉണ്ട്. അപ്പം ഇതിൻ്റെ നേരെ നിന്ന് ഈ ഷോൾഡർ മുതൽ ആദ്യം 10.5 നമുക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ അരയിഞ്ച് തയ്യൽ തുമ്പ് പോകുമല്ലോ, അപ്പോൾ 11 മൊത്തം എടുക്കുക. 13 എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഞാൻ അവിടുന്ന് താഴോട്ടുള്ള നീളം പിടിച്ചത് 13.5. 13.5 അര ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 14 നമ്മുടെ ജോയിൻറ്റ് വരുമ്പം ഇതെല്ലാം കൂടെ സെറ്റാക്കി തയ്യൽ തുമ്പ് വരുമ്പം അര ഇഞ്ച് പോകും. അപ്പോൾ 14 എടുക്കുക, അര ഇഞ്ച് കൂടെ 13.5 നമുക്ക് അളവിൽ കിട്ടി. 14 എടുക്കുക. അപ്പോൾ 14 മാർക്ക് ചെയ്തതിന് ശേഷം ആ 14ൻ്റെ അടുത്ത് ഒരു ലൈൻ ചെയ്യാം. ഇത് നമ്മുടെ ടക്കിൻ്റെ നീളം. എന്നിട്ട് കണ്ടോ മെയിൻ ടക്ക്. എന്നിട്ട് നോക്കുക, ഈ ടക്കിൻ്റെ വീതി നോക്കണം. ഒരു നമുക്ക് അളവ് തന്നപ്പോൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കണ്ടേ, നിങ്ങളുടെ അളവിനനുസരിച്ച് നോക്കണം. നോക്കുക, ഇത് 1.5 ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് 1.5 മാർക്ക് ചെയ്യുക, ഇങ്ങോട്ട് 1.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതാണ് നമ്മുടെ മെയിൻ ടക്ക് ബ്ലൗസിൻ്റെ കേട്ടോ. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അളവ് നോക്കുന്നെങ്കിൽ ഈ വ്യത്യാസം നോക്കുക എന്നുള്ള ഇല്ലയെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങൾ ഈ ബ്ലൗസിന് വന്നേക്കുന്നത് ഈ പോയിൻറ്റിനേക്കാളും 3 ടക്ക് കയറി ഇങ്ങനെ വന്നേക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു സെൻറ്റർ ഇങ്ങനെ 1 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റിയതിന് ശേഷം അവിടുന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ലൈൻ കൊടുത്തു. ഇവിടുന്ന് വേണ്ട, ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ലൈൻ കൊടുത്തു. നമുക്ക് 3 ടക്ക് കിട്ടി. ഇത്രയും മനസ്സിലായല്ലോ. ഈ ടക്കിൻ്റെ വീതി, ടക്കിൻ്റെ നീളം, ഇവിടെ നിന്നുള്ള ടക്കിൻ്റെ നീളവും കണ്ട് അത് കട്ടിങ് ലെന്താന്ന് പറയും. എന്നിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ അതിൻ്റെ ലൈൻ മാർക്ക് ചെയ്ത്, എന്നിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് മുകളിലോട്ട് ചെയ്തിട്ട് ടക്കിൻ്റെ ആ പോയിൻ്റ് ഈ ഷേപ്പ് അനുസരിച്ച് വേണം ഇടാനായിട്ട്. ഇത് ഇവർക്കടെ ഷേപ്പ് ഇത്തിരി ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ വലിയ ഷേപ്പ് എന്ന് ഈ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ 3 കട്ടിങ് ഇട്ട് ഇവിടുന്ന് 1 ഇഞ്ച് അങ്ങോട്ട് കയറ്റിയതിന് ശേഷം ചിലർക്ക് ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും പോകുന്നത്, ഈ ലൈനിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അളവ് തരുമ്പോൾ അതനുസരിച്ച് ചെയ്യണം. ഇതിപ്പം മുകളിൽ നിന്ന് വന്നുകൊണ്ട് ഞാൻ 1 ഇഞ്ച് മുകളിലോട്ട് ഇട്ടിട്ട് ഈ ഇവിടുന്ന് 2 ഇഞ്ച് 2.5 ഇഞ്ചോട്ട് എടുത്ത് ഇവിടുന്ന് 2.5 ഇഞ്ച് ഇങ്ങോട്ട് എടുത്ത് എന്നിട്ട് അന്നേരം ഇതിൽ നിൽക്കുന്ന ഷേപ്പ്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ കട്ടിങ് പീസ് ഷേപ്പ് എടുക്കണമല്ലോ. ഇതിൻ്റെ ഇവിടെ നമുക്ക് എളുപ്പമുള്ള വഴിയെ പറഞ്ഞിരുന്നേ. 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടെയും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 1 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് ഇവിടെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ അവിടെ നിന്നിങ്ങനെ ഷേപ്പ് എടുക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് കട്ടിങ് പീസ് കട്ട് ചെയ്യാനായിട്ട് ഈ ഷേപ്പ് കിട്ടാനായിട്ട് ഇവിടെ നമുക്ക് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇതിൻ്റെ കണ്ടില്ലേ 14 ഞാൻ മാർക്ക് ഇട്ടിട്ട് ലൈനായിട്ടുണ്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ അങ്ങനെ 1 ഇഞ്ച് മാർക്ക്, എന്നിട്ട് ഇതേപോലെ നമുക്ക് കട്ടിങ് പീസ് എടുക്കും. എന്നിട്ട് നമ്മളിവിടെ 1.5 3 ഇഞ്ചല്ലേ കുറച്ചേക്കുന്നത്. അപ്പം നമുക്ക് വന്നത് ആ 3 ഇഞ്ച് കൂടെ കുറയ്ക്കുക കേട്ടോ. 1.5 ഇവിടെ ചക്ക് പിടിച്ച് കഴിയുമ്പം ഇവിടുത്തെ നീളം 3 ഇഞ്ചൊക്കെ പോകും. അപ്പോൾ ആ 1.5 ഇഞ്ച് കുറച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് ലൈൻ ചെയ്യരുത്, ഇങ്ങനെ ചേർത്ത് ലൈൻ ചെയ്യുക. അപ്പം നമ്മുടെ കട്ടിങ്ങിൻ്റെ കണ്ടോ അടിഭാഗത്ത് വേസ്റ്റ് ഭാഗത്തെ വണ്ണം ഇവിടം വരെ വരും, പിന്നെ തയ്യത്തും പാട്ടും വരും. ഇത് നമ്മുടെ ഇത് കുറഞ്ഞും വരും. കട്ട് ചെയ്യുമ്പോൾ നോക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. നെക്ക് ഭാഗം
ഇത് കണ്ടോ, ഞാൻ ചരിച്ചെടുക്കണേ. നമുക്ക് മാറ്റാം. ഇവിടെ നമുക്ക് കട്ടിങ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ ടക്കടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കും. കണ്ടോ, ഇതുപോലെ നമുക്കൊരു 4 എണ്ണം കൂടെ വെട്ടണം. ഈ തുണിന് കിട്ടത്തില്ല, വേറെ ഇതിൻ്റെ കളർ മാറ്റിയെടുക്കണം, ചേരുന്ന കളർ എടുക്കണം. എന്നിട്ട് നമുക്ക് ടക്കിൻ്റെ ഇത് നമുക്ക് എല്ലാ സൈഡിലും അളവ് വേണം. അപ്പോൾ നമുക്ക് വലിയൊരു നീഡിലുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഇതേപോലെ ഒരു ഹോളിട്ട് കൊടുത്താൽ അപ്പോൾ അപ്പുറത്തെ സൈഡിലും വരും. അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് വരച്ചാൽ മതി കേട്ടോ. കണ്ടോ, അപ്പോൾ അടയാളം ഇവിടെയും വന്നു. നമുക്കിത് വേണമെങ്കിൽ ടക്കിടുമ്പോൾ നമ്മളിവിടെ അടയാളം ചെയ്തിട്ടുണ്ടല്ലോ, മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചങ്ങ് തയ്ച്ചാൽ മതി കേട്ടോ. അപ്പം നീഡിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ചോക്ക് കൊണ്ട് വരച്ചെടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവും കൂടാണ് വെട്ടാനുള്ളത്. ഇത് മാറ്റി വെക്കാം. ബാലൻസ് വന്നില്ലേ, സ്ലീവിനും കൂടെ കൊണ്ടുവന്നൊക്കെ വേണം ചെക്ക് ചെയ്തിട്ട് വേണം തുണി കട്ട് ചെയ്യാൻ എടുക്കാൻ കേട്ടോ. തുണിയെ 4 മടക്കിയിട്ട് നമുക്ക് തുണി സ്ലീവ് കട്ട് ചെയ്യാം.